വി കുഞ്ഞീഷൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നേരെ നടപടി ഉണ്ടാവുമെന്ന്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. തിരുത്തേണ്ടത് എന്താണ്? ധനാപഹരണം നടത്തിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ധനാപഹരണം നടത്തിയിട്ടില്ല. തിരുത്തേണ്ടത് എന്താണ്? അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം, പാർട്ടി യഥാസമയം കണക്ക് അവതരിപ്പിച്ചില്ല. അതാണ് ചൂണ്ടിക്കാട്ടിയത്, അതാണ് കണ്ടെത്തിയത്. അതിൻ്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. ഒപ്പം ധനാപഹരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം തിരുത്താനായി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അത് ഉചിതമല്ല. അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവവിരുദ്ധമാണ്. അതൊന്നും ധനാപഹരണത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന കാര്യമല്ല. അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുമായി അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം കൂടി ഉള്ള ജില്ലാ കമ്മിറ്റിയല്ലേ ഈ തീരുമാനമെടുത്തത്? മാത്രമല്ല, അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു? അദ്ദേഹം ശത്രുവിന്റെ കോടാലി കൈയായി മാറി. ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു നീക്കമാണ്. അതായത് അദ്ദേഹത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ട്? പ്രത്യേകിച്ച് ടി എ മസൂദന്റെ സ്ഥാനാർത്ഥിത്വം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് പാർട്ടി സംശയിക്കുന്നു? അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനെ പോലും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയില്ലേ? കോടിയേരിയോടും പിണറായി വിജയനോടും MV ഗോവിന്ദൻ മാഷോടും എല്ലാം ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും ഇത് പരിശോധിച്ചില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അങ്ങനെ പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ. കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ട്, കോടിയേരി മാത്രമല്ല ഒരു കൂട്ടം സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം കൂടി ആ യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അതെല്ലാം പറയുന്നതിന് ഒരു തെറ്റുമില്ല. അതെല്ലാം വേണമെങ്കിൽ പറയും. പക്ഷേ അങ്ങനെയൊരു ധനാപഹരണം നടക്കണ്ടേ? അല്ല, ധനാപഹരണം നടക്കണ്ടേ? അല്ല, എന്താ തർക്കം? അല്ല, ഇതിലെ പ്രശ്നം എന്താ? അദ്ദേഹം ഇക്കാലം അത്രയും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു പൊതുനയത്തിന് വ്യത്യസ്തമായി പാർട്ടിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയാൽ എങ്ങനെയാ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നത് ഇതിന് ശേഷമല്ലേ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നില്ലേ? ഇതിലെ വിഷയം അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതുപോലെ ധനാപഹരണം നടന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ധനരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ തുടർന്ന് വരുന്ന ഒരു ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണത്. അപ്പൊ അതിന്റെ ഒരു കണക്ക് CPM കൃത്യമായി പുറത്ത് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ഒരു നയാ പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല. ധനാപഹരണവും നടത്തിയിട്ടില്ല. ഈ ധനാപഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിട്ട് എൻ്റെ വീട്ടിലെന്തോ ഉണ്ടാകണ്ടേ? എല്ലാം എൻ്റെ വീട്ടിൽ വല്ലതും കാണണ്ടേ? വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും ബിനാമി സ്വത്ത് ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം പറയുന്നതിൽ നിന്ന് പറയല്ലേ? അദ്ദേഹത്തിൻ്റെതാണ് അഭിപ്രായം.